എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം 6ാം സെമസ്റ്റർ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് സബ്ജക്റ്റിലെ എസ്എ ടോപ്പിക്കാണ്. ഓൾറെഡി നമ്മൾ മറ്റൊരു എസ്എ ടോപ്പിക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ 2 എസ്എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് പഠിച്ചതിന് ശേഷം 3ാമത്തെ എസ്എയിലേക്ക് വരാം. 3ാമത്തെ എസ്എ ആണ് എക്സ്പ്ലെയിൻ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് എസ്എ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ആ എസ്എ പഠിച്ചു വെക്കാം. ആദ്യം തന്നെ ഓഡിറ്റർ എന്താണെന്ന് പഠിക്കണം. ഓഡിറ്റർ ഈസ് എ പേഴ്സൺ ഹു എക്സാമിൻ ആൻഡ് ചെക്ക് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആൻഡ് പ്രൊവൈഡ് ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻ അബൌട്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഓഡിറ്റർ ഈസ് എ പേഴ്സൺ. ഓഡിറ്റർ ഒരു വ്യക്തിയാണ്. ഓഡിറ്റർ എന്താ ചെയ്യുന്നത്? ഒരു സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ ഫിനാൻഷ്യൽ റെക്കോർഡ്സുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് വെരിഫൈ ചെയ്യും, അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യും, അല്ലെങ്കിൽ ചെക്ക് ചെയ്യും. അതിനുശേഷം അതേക്കുറിച്ചൊരു ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻ കൂടെ ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്യും. അതാണ് ഓഡിറ്ററുടെ മീനിങ്. ഇപ്പോൾ ഈ ലാബിലിറ്റിയോ ഡ്യൂട്ടിയോ റൈറ്റോ എസ്എ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ കൂടെ എസ്എ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ആദ്യം ഓഡിറ്ററുടെയും ഓഡിറ്റിങ്ങിൻ്റെയും ഒരു മീനിങ് കൊടുക്കുന്നത് നല്ലതാണ്. മുഴുവൻ മാർക്ക് കിട്ടണമെങ്കിൽ അത്തരത്തിലൊരു ഇൻട്രൊഡക്ഷൻ ആൻസർ ഷീറ്റിൽ ഉണ്ടായിരിക്കണം. ഓഡിറ്റർ ഈസ് എ പേഴ്സൺ ഹു എക്സാമിൻ. അത് മറക്കരുത്. ഓഡിറ്റർ ഒരു വ്യക്തിയാണ്. ഹു എക്സാമിൻ. എന്താണ് എക്സാമിൻ ചെയ്യുന്നത്? ഒന്നിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് എഴുതുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്നോ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് എന്നോ എഴുതുക. ആൻസറായി. ഇനി നമുക്ക് ഓഡിറ്ററുടെ റൈറ്റ് നോക്കാം. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ടാണ് റൈറ്റ്സ് കൊടുത്തത്. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ആ കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ എല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജുറാസിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് റൈറ്റ്സ് അല്ലെങ്കിൽ പവേഴ്സ് ഓഫ് ഓഡിറ്റർ നോക്കാം. ഒന്നാമത്തതാണ് റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓഡിറ്ററുടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഓഡിറ്റർക്ക് ഒരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. കമ്പനിയുടെ കോൺട്രാക്റ്റുകളും കമ്പനിയുടെ മിനിറ്റ്സ് ബുക്കുകളും കമ്പനിയുടെ മറ്റ് അക്കൗണ്ടിങ് ബുക്കുകളും മറ്റ് കറസ്പോണ്ടൻസും എല്ലാം ഏത് സമയത്ത് വേണമെങ്കിലും ഓഡിറ്റർക്ക് ചോദിക്കാം. അതൊരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. ഓഡിറ്ററുടെ നിയമപ്രകാരമുള്ള ഒരു റൈറ്റ് ആണ് റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പം നമ്മളത് പഠിച്ചു. ഒരു ഓഡിറ്ററുടെ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ് അറ്റ് എനി ടൈം, ഏത് സമയത്ത് വേണമെങ്കിലും കമ്പനിയോട് അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളും ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസുകളും കോൺട്രാക്റ്റുകൾ, കറസ്പോണ്ടൻസ് ഇതെല്ലാം തന്നെ ആക്സസ് ചെയ്യാനുള്ള റൈറ്റ്. അടുത്തതാണ് റൈറ്റ് ടു ആക്സസ് വൗച്ചേഴ്സ്. ഓഡിറ്ററുടെ മറ്റൊരു സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ് അറ്റ് എനി ടൈം, ഏത് സമയത്ത് വേണമെങ്കിലും ആ കമ്പനിയോട് അവരുടെ വൗച്ചേഴ്സ് ചോദിക്കാനുള്ള റൈറ്റ്. ഇപ്പം ആദ്യത്തെ 2 പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തതാണ് റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഒരു കമ്പനിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ഓഡിറ്റർക്ക് കമ്പനിയോട് ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കമ്പനിയോട് ഓഡിറ്റർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അവരുടെ വൗച്ചേഴ്സ് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അടുത്തതാണ് റൈറ്റ് ടു വിസിറ്റ് ബ്രാഞ്ചസ്. റൈറ്റ് ടു വിസിറ്റ് ബ്രാഞ്ചസ്. ഒരു ഓഡിറ്റർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കമ്പനിയുടെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാൻ മാത്രമല്ല, ആ ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്ത് അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളും അക്കൗണ്ടിങ് റെക്കോർഡ്സും എല്ലാം ആക്സസ് ചെയ്യാനും അത് വെരിഫൈ ചെയ്യാനുമുള്ള റൈറ്റ് ഓഡിറ്റർക്കുണ്ട്. അടുത്തതാണ് റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ. ഓഡിറ്ററുടെ 4ാമത്തെ റൈറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ. ഓഡിറ്റർക്ക് ഓഡിറ്റർ ചെയ്ത വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ റെമ്യൂണറേഷൻ ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് കിട്ടാനുള്ള, ചോദിക്കുന്നതിനേക്കാളും റിസീവ് ചെയ്യാനുള്ള, അത് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ. അപ്പം നിങ്ങളൊരു പോയിന്റ് നോട്ട് എടുത്തു വെച്ച് അതിലേക്ക് പോയിന്റ്സ് എഴുതി പഠിക്കുക. ആദ്യത്തെ 4 പോയിന്റ് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ തന്നെ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞു നോക്കുക ഏതൊക്കെയാണ് ആ പോയിന്റ്സ് എന്ന്. ഒന്നാമത്തത് എന്താണ്? റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് ഓഡിറ്റർക്ക് അറ്റ് എനി ടൈം ഹി ഹാസ് ദ റൈറ്റ് ടു ഓർ ഹി ഹാസ് ദ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ടു ആക്സസ് ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിലേറ്റഡ് ടു ദാറ്റ് പർട്ടിക്കുലർ കമ്പനി, ലൈക്സ് മിനിറ്റ്സ്, കറസ്പോണ്ടൻസ്, കോൺട്രാക്ട്സ്,
ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അക്കൗണ്ടിങ് റെക്കോർഡ്സ് എക്സെട്ര. അതായത് ഒരു ഓഡിറ്ററുടെ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ് ആ കമ്പനിയുടെ എല്ലാ അക്കൗണ്ടിങ് രേഖകളും ചോദിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് റൈറ്റ് ടു ആക്സസ് വൗച്ചേഴ്സ് ആക്സസ് ചെയ്യുന്നത്. മൂന്നാമത്തത് എന്തായിരുന്നു? റൈറ്റ് ടു വിസിറ്റ് ഫോർ ബ്രാഞ്ചസ്. ഒരു ഓഡിറ്ററുടെ റൈറ്റ് ആണ് ആ ഒരു കമ്പനിയുടെ എല്ലാ ബ്രാഞ്ചുകളിലും പോയി അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ ആക്സസ് ചെയ്യുക എന്നത്. അടുത്തതാണ് റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ. ഓഡിറ്റർക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റെമ്യൂണറേഷൻ ലഭിക്കാനുള്ള റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. അടുത്തതാണ് റൈറ്റ് ടു സൈൻ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റർക്ക് അദ്ദേഹത്തിൻ്റെ ഓഡിറ്റിംഗ് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്ത ഓഡിറ്റിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് സൈൻ ചെയ്യുക. അത് ഓഡിറ്ററുടെ റൈറ്റ് ആണ്. നമ്മുടെ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 229 പ്രകാരം പറയുന്ന ഒരു റൈറ്റ് ആണ്. ഒരു പേഴ്സണെ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫേമിലെ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫേമിനെ കുറിച്ചുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഓഡിറ്ററുടെ റൈറ്റ് ആണ്. റൈറ്റ് ടു കറക്റ്റ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഓഡിറ്റർ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ എന്തെങ്കിലും റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള, അത് ശരിയാക്കി കൊടുക്കാനുള്ള റൈറ്റ് ഓഡിറ്റർക്കുണ്ട്. റൈറ്റ് ടു അറ്റൻഡ് ജനറൽ മീറ്റിംഗ്. കമ്പനിയുടെ ജനറൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള റൈറ്റും ഓഡിറ്റർക്കുണ്ട്. റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ, അതുപോലെ തന്നെ റൈറ്റ് ടു ഒബ്റ്റെയിൻ എക്സ്പ്ലനേഷൻ. ഓഡിറ്റർക്ക് എന്തെങ്കിലും ഒരു ഓഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആവശ്യമായി വന്നാൽ അത് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഓഡിറ്റർക്ക് എന്തെങ്കിലും ഒരു വിശദീകരണം ആവശ്യമായി വരുന്ന ഒരു സന്ദർഭം വന്നാൽ അതിനും ഉള്ള അവകാശമുണ്ട്. റൈറ്റ് ടു സീക്ക് ലീഗൽ അഡ്വൈസ്. ഓഡിറ്റർക്ക് ആ കമ്പനിയുടെ ലീഗൽ അഡ്വൈസ് കിട്ടാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ അഡ്വൈസ് കിട്ടാനുള്ള അവകാശമുണ്ട്. അതുപോലെ റൈറ്റ് ടു ബി ഇൻഡംനിഫൈഡ്. ഇൻഡംനിഫൈ ചെയ്യാനുള്ള അവകാശവും ഉണ്ട് ഓഡിറ്റർക്ക്. അതായത് ദ ഓഡിറ്റർ ഹാസ് ദ റൈറ്റ് ടു ബി ഇൻഡംനിഫൈ ഔട്ട് ഓഫ് ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി എഗെയിൻസ്റ്റ് എനി ലാബിലിറ്റി ഇൻക്വേർഡ് ബൈ ഹിം ഡിഫെൻഡിങ് ഹിംസെൽഫ് എഗെയിൻസ്റ്റ് എനി സിവിൽ ഓർ ക്രിമിനൽ പ്രൊസീഡിംഗ് ബൈ കമ്പനി. അപ്പോൾ ഇതാണ് ഓഡിറ്ററുടെ റൈറ്റ്സ് അല്ലെങ്കിൽ പവേഴ്സ്. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ടായിട്ട് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 6 പോയിന്റെങ്കിലും ഓർത്ത് വെക്കുക. എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കൊടുത്താൽ മതി. ഇപ്പോൾ റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്, റൈറ്റ് ടു ആക്സസ് വൗച്ചർ, റൈറ്റ് ടു വിസിറ്റ് ബ്രാഞ്ച്, റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ, റൈറ്റ് ടു സൈൻ ഓഡിറ്റ് റിപ്പോർട്ട്, റൈറ്റ് ടു കറക്റ്റ് റോങ് ഇൻഫർമേഷൻ. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഇനി ഓഡിറ്ററുടെ ഡ്യൂട്ടീസ് ആണ്. ഡ്യൂട്ടി ടു മേക്ക് എൻക്വയറി നടത്താനുള്ള ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി ടു അസിസ്റ്റ് ഇൻസ്പെക്ടറെ അസിസ്റ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി ടു അസിസ്റ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറെ അസിസ്റ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി ടു റിപ്പോർട്ട് ഫ്രോഡ്. എന്തെങ്കിലും ഫ്രോഡ് കണ്ടു കഴിഞ്ഞാൽ, കള്ളത്തരം കണ്ടു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി ടു ഫോളോ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. ഓഡിറ്റിംഗ് നടത്തുമ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ ചില നിയമങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അത് ഫോളോ ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി ടു പ്രൊവൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി ടു പ്രൊവൈഡ് മെറ്റീരിയൽ വീക്ക്നെസ്. എന്തെങ്കിലും തരത്തിലുള്ള മേജർ വീക്ക്നെസ് കണ്ടു കഴിഞ്ഞാൽ അത് ഇൻഫോം ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി ടു മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി. അതായത് ചെയ്യുന്ന ആ ഒരു ഡ്യൂട്ടിയുടെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് മാനേജ്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി ടു മെയിൻറ്റെയിൻ ഓഡിറ്റ് ഫയൽസ്. ഓഡിറ്റിങ്ങിൻ്റെ ടൈമിൽ ഓഡിറ്റ് ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡ്യൂട്ടിയും ഓഡിറ്റർക്കുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഓഡിറ്ററുടെ ഡ്യൂട്ടീസ്. ഡ്യൂട്ടി ടു നിങ്ങൾക്ക് പഠിക്കാൻ ടെക്സ്റ്റിൽ കുറച്ചുകൂടെ ടഫായിട്ട് കൊടുത്ത പോയിന്റ് ഒന്ന് ഷോർട്ടായിട്ട് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഡ്യൂട്ടി ടു മേക്ക് എൻക്വയറി നടത്താനും ഇൻസ്പെക്ടറെയും പബ്ലിക് പ്രോസിക്യൂട്ടറെ അസിസ്റ്റ് ചെയ്യാനും ഫ്രോഡ് കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാനും ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാനും ഓഡിറ്റ് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെയുള്ള ഡ്യൂട്ടി ഓഡിറ്റർക്കുണ്ട്. ഇനി നമുക്ക് ലാബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ നോക്കാം. ഓഡിറ്ററുടെ ലാബിലിറ്റിയെ നമുക്ക് 3 തരംതിരിക്കാം. ഓഡിറ്റർക്ക് സിവിൽ ലാബിലിറ്റി ഉണ്ട്, ക്രിമിനൽ ലാബിലിറ്റി ഉണ്ട്, കമ്പനീസ് ആക്ട് പ്രകാരം വരുന്ന ലാബിലിറ്റിയും ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ എസ്സേ ആയിരുന്നു. ഓഡിറ്റർക്ക് 3 രീതിയിലുള്ള ലാബിലിറ്റി ആണുള്ളത്. സിവിൽ ലാബിലിറ്റിയും ക്രിമിനൽ ലാബിലിറ്റിയും കമ്പനീസ് ആക്ട് പ്രകാരം വരുന്ന ലാബിലിറ്റിയും. സിവിൽ ലാബിലിറ്റിയിൽ വരുന്നത് ലാബിലിറ്റി ഫോർ നെഗ്ലിജൻസ്, ലാബിലിറ്റി ഫോർ മിസ്ഫെസൻസ്, ലാബിലിറ്റി ഫോർ മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, ലാബിലിറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഇതെല്ലാം തന്നെ സിവിൽ ലാബിലിറ്റി ഗണത്തിൽ വരുന്നതാണ്.
ദെൻ ക്രിമിനൽ ലാബിലിറ്റി എന്ന് പറയുന്നത് ലാബിലിറ്റി ഫോർ ഫോൾസ് സർട്ടിഫിക്കേഷൻ, അതായത് തെറ്റായ സർട്ടിഫിക്കറ്റ് ഓഡിറ്റർ കൊടുത്താൽ ഓഡിറ്റർക്ക് ക്രിമിനൽ ലാബിലിറ്റിയാണ് ഉണ്ടാവുക. ലാബിലിറ്റി ഫോർ അക്സെപ്റ്റിംഗ് ബ്രൈബറി, എന്തെങ്കിലും കൈക്കൂലിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓഡിറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ ഓഡിറ്റർക്ക് ക്രിമിനൽ ലാബിലിറ്റിയാണ് ഉണ്ടാവുക, ഓഡിറ്റർ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ലാബിലിറ്റി ഫോർ ഫ്രോഡ്, ഓഡിറ്റർ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതും ഓഡിറ്ററുടെ ക്രിമിനൽ ലാബിലിറ്റിയിലാണ് വരിക. ഓഡിറ്ററുടെ ക്രിമിനൽ ലാബിലിറ്റി എന്തൊക്കെയാണ്? ലാബിലിറ്റി ഫോർ ഫോൾസ് സർട്ടിഫിക്കേഷൻ, എന്തെങ്കിലും ഫോൾസ് സർട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ക്രിമിനൽ ലാബിലിറ്റിയാണ്. കൈക്കൂലി ബ്രൈബറി അക്സെപ്റ്റ് ചെയ്താൽ ക്രിമിനൽ ലാബിലിറ്റിയാണ്. ലാബിലിറ്റി ഫോർ ഫ്രോഡ്, ഓഡിറ്റർ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ, കള്ളത്തരങ്ങൾ ചെക്ക് ചെയ്യാൻ വരുന്ന ആളാണ് ഓഡിറ്റർ, അങ്ങനെയുള്ള ഓഡിറ്റർ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്ററുടെ ക്രിമിനൽ ലാബിലിറ്റിയാണ്. അടുത്തത് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ലാബിലിറ്റി, ലാബിലിറ്റി ഫോർ മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ ദി പ്രോസ്പെക്ടസ്, പ്രോസ്പെക്ടസിൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഓഡിറ്ററുടെ ലാബിലിറ്റിയാണ്. ലാബിലിറ്റി ഫോർ അൺട്രൂ സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ്, പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും അൺട്രൂ സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ. ലാബിലിറ്റി ഫോർ ഫെയിലിയർ ടു അസിസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ, ലാബിലിറ്റി ഫോർ ഫെയിലിയർ ടു റിട്ടേൺ പ്രോപ്പർട്ടി, ലാബിലിറ്റി ഫോർ ഫെയിലിയർ ടു റിട്ടേൺ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, പെനാലിറ്റി ഫോർ ഫാൾസിഫിക്കേഷൻ ഓഫ് അസെറ്റ്, പെനാലിറ്റി ഫോർ ഡെലിബറേറ്റ് ആക്ട് ഓർ കമ്മീഷൻ ഓർ ഒമിഷൻ. ഇത്രയുമാണ് ഓഡിറ്ററുടെ ലാബിലിറ്റീസ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക് ആയിരിക്കും. എല്ലാവരും നന്നായിട്ട് ഇതൊന്ന് പഠിച്ചു വെക്കുക. താങ്ക്